മുതലാളി അവര് വരുന്നുണ്ട്. ആ നാരായണൻകുട്ടി എല്ലാരും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, പോലീസിൽ അറിയിക്കാനൊന്നും അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. അവന്മാര് നേരിട്ട് തന്നെ വരും. ഇനി എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നമുക്ക് ഒളിച്ചിരിക്കാം. അതായത് അവർ വരുന്നു, കുട്ടികളെ എടുക്കുന്നു. പപ്പൻ എന്തായാലും സ്വന്തം കുട്ടിയല്ലേ എടുക്കൂ. അപ്പൊ നമ്മൾ അവരെ പിടികൂടുന്നു. ഇതെന്താണ്, പത്മവ്യൂഹമോ? ഇത് പത്മവ്യൂഹമാണെങ്കിലേ ഞാൻ അഭിമന്യുവാ. അഭിമന്യു പത്മവ്യൂഹത്തിനകത്ത് കിടന്ന് ചത്ത ആള്. അത് പണ്ട്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി പൊയ്ക്കൊള്ളൂ. ഞങ്ങൾക്ക് ആവശ്യം ഇവനെയാണ്. ഇവനെയും കുട്ടിയെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ എല്ലാവരുടെ ജീവനും അപകടത്തിലാവും. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ എല്ലാവർക്കും നല്ലത്. പറഞ്ഞത് കേട്ടില്ലേ? പോകാൻ. നിന്റെ കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കിടത്തി ഈ ഉറുമീസിനെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലടാ. മുതലാളി, ദേ ഇവന്റെ കയ്യിലിരിക്കുന്ന കുട്ടിയാണ് ഇവന്റെ കുട്ടി. കുട്ടിയെ വാങ്ങിച്ചോളൂ, അങ്ങോട്ട് കൊടുക്കണ. എടാ, ബഹളം ഒന്നും വെക്കണ്ട, കുഞ്ഞിനെ അവൻ തന്നോളും. അയ്യൊന്ന് എടാ ഉറുമീസേ, ഇത് കുട്ടിയല്ല, ബൊമ്മയാണ്. വിടരുന്നവരെ പിടിക്കണം. അതേ പട്ടാള വരള പുള്ളി. ഇടിച്ച് നിർത്തിക്കോ. തോക്കുന്ന ജീവനാ. സാറിനെ തന്നെ നിങ്ങൾക്ക് വേണ്ടത് പപ്പന്റെ കുട്ടിയല്ലേ? ഇതാ എടുത്തോ. വീണ്ടും പറ്റിച്ച ഇതാണോടാ പട്ടി കുട്ടി? അയ്യോ അയ്യോ അയ്യോ, എന്നെ എടുക്കരുത്, ഞാൻ അയ്യോ അപ്പൊ അയ്യോ അണ്ണോ പയ്യണ്ണ കൊച്ചണ്ണ അയ്യോ നിർത്ത്. ഇതാ പപ്പന്റെ കുട്ടി. നിന്റെ അപ്പന്റെ കുട്ടി. ഓടാ. അയ്യോ അച്ഛാ, വെടിവെക്കച്ചാ. സമയമായിട്ടില്ല, ഇടിച്ച് നേരത്തെ. അവൻ ഇങ്ങോട്ട് പോയി.
എന്നെ അടിക്കണ കൂടെ ഉറുമിച്ചേ പട്ടി നിന്റെ അച്ഛൻ നിന്റെ ഇല്ല സമയമായിട്ടില്ല. ഇവൻ അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. മക്കളെ കരയാതെ നമുക്ക് ഇപ്പം വീട്ടിൽ പോവാം. ചവടി ഇല്ല, ഇതിലാകെ ഒരു ഉണ്ടേ ഉള്ളൂ. അത് ഞാൻ 1972 മുതൽ കാത്തു സൂക്ഷിക്കുന്ന ഉണ്ടയാ. ആ ഉണ്ട ഈ തെണ്ടിക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറില്ല. ഇവര് പാർട്ടി അമ്മാവന് പോലെ പറ്റിയോ? ഒന്നുമില്ല വരുമോനെ. സമയമായി. വെടിവെക്ക് വെടിവെക്ക്. വേഗം കുഞ്ഞുങ്ങളെടുക്ക്. ഉഷേ ഇനി എല്ലാവരും അവരവരുടെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് അകത്തോട്ട് വെക്കണത്ത്. ഈ തോക്ക് കൊണ്ടുപോയി അകത്ത് വെക്ക്. അമ്പയെ പിടിച്ചോണ്ട് അകത്ത് പോടാ. ഇല്ല ചാ, ഇനി ഇതിനകത്തേക്ക് ഞാനില്ല. ഞങ്ങളുടെ സ്ഥാനം ഇനി ഈ വീടിന് പുറത്താ. വടി. അമ്മയെ വിട്ടിട്ട് പോവല്ലടാ. പോണോ അമ്മേ? ആൺകുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്ത ഇവള് ശപിക്കപ്പെട്ടോളാ. ഇവള് അമ്മ സ്വീകരിക്കണ്ട. പിന്നെ എന്റെ കുഞ്ഞ്, ഇതും പെണ്ണല്ലേ. ഇവളും ഈ വീട്ടിൽ വളരണ്ട. തറവാട് മുടിയും. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. അമ്മേനെ ഇങ്ങനെ ശിക്ഷിക്കില്ലടാ. എന്റെ പൊന്നും കൊടുത്തിന് ഇങ്ങനെ താമോളെ. എന്താടാ ശ്രീധരനാ, കൗസല്യ ചേച്ചി അപ്പുറത്ത് നിന്ന് ഛർദ്ദിക്കുന്നു. എന്റെ 6ാമത്തെ അപ്പീൽ ഏറ്റെന്നാണ് തോന്നുന്നത്. അമ്മേ, ഇതാണായിരിക്കും തീർച്ച. ആണായാലും പെണ്ണായാലും എന്താടാ, എല്ലാം എനിക്കിനി ഒരുപോലെ.